അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഹറമിലെ ഉംറയും കർമ്മങ്ങളുമെല്ലാം കഴിഞ്ഞ് ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പല സ്ഥലങ്ങളും നമ്മുടെ മുംതാസ് അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ അവസാനമായി നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് മുഹല്ല, അതായത് ഇവിടെ ഒരുപാട് ഖബറുകളുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖബറുകളാണ്. സ്വഹാബികളുടെ കാലം മുതലുള്ള ഖബറുകളുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹുവിൻ്റെ ഖബറുകളുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് കാണാം. അത് ആരുടേതാണെന്ന് കൃത്യമായി ബോധ്യമല്ലെങ്കിലും ഖദീജ റളിയല്ലാഹുവിൻ്റെ ആണെന്ന് പറയപ്പെടുന്ന ഖബർ ഈ മക്ബറയിലാണ്. അതുപോലെ നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഖബറുള്ളത് ഇവിടെയാണ്. ഇവിടെയെല്ലാം നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെയുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധ്യമല്ല. നമ്മുടെ നാടുകളിൽ ഒരു അഡ്രസ്സും ഇല്ലാത്ത ആളുകളത് വരെ കെട്ടിപ്പൊന്തിച്ചത് നമുക്ക് കാണാം. ഇവിടെ കെട്ടിപ്പൊന്തിക്കുവാൻ സിമൻറ്റോ കല്ലോ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഇവരുടെ കയ്യിൽ. ഇവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇവരുടെ കയ്യിൽ പണമുണ്ട്. 100 കല്ല് വെട്ടുകല്ലും 10 ചാക്ക് സിമൻറ്റും ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് കെട്ടിപ്പൊക്കാൻ അവർക്ക് കഴിയും. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഖബറ് പോലും മീസാൻ കല്ല് എന്ന് അടയാളപ്പെടുത്തുവാനുള്ള ഒരു കല്ല് പോലെയല്ലാതെ വേറെ ഒന്നുമില്ല. ഇതെന്തുകൊണ്ടാണിത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിസൽ ഖബർ. ഖബർ സിമന്റ് ഇടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. വഅയ്യുബ്ന അലൈഹി, അതിൻ്റെ മുകളിൽ എടുപ്പുകൾ ഉണ്ടാക്കുന്നത് പ്രവാചകൻ വിരോധിച്ച കാര്യമാണ്. വഅയ്യഖുദ അലൈഹി, അതിന്മേൽ ഇരിക്കുന്നതും പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അതിന്മേൽ എന്തെങ്കിലും എഴുതി വെക്കുന്നതും പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ മീസാൻ കല്ലിൽ അടയാളം പേരറിയാനാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാറുണ്ട്. അതുപോലെ അതിൽ 786 എന്ന് വരെ നമുക്ക് കാണാം. 786 കഥ ഒന്നും പറയുകയാണെങ്കിൽ നമുക്ക് സമയം അവിടെ മതിയാവുകയില്ല. അതിന് മാത്രം പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാടുകളിലുള്ളത് അറിയാത്ത കടലിൽ നിന്നൊഴുകി വന്ന ബീവിമാരുടേത്. നമുക്കറിയാം, മുനമ്പത്ത്, പുതുപൊന്നാണി മണമ്പത്തുള്ള ബീവിയുടെ കഥ നമ്മൾ കേട്ടതാണ്. അന്ന് 2 ശവശരീരങ്ങളാണ് കടലിൽ നിന്ന് ഒഴുകി വന്നത്. ഇത് സമസ്തയുടെ തന്നെ റിസാല എന്ന മാസികയിലും കുഞ്ഞി മാസികയിലും വന്ന കാര്യമാണ്. 2 മൃതശരീരങ്ങളാണ് അന്ന് കടലിൽ നിന്ന് ഒഴുകി വന്നത്. അവിടെ നിന്ന് വന്നപ്പോൾ കൂട്ടിലങ്ങാടി പ്രദേശത്തുള്ള ആളുകളെയാണ് വിത്ത് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഖബർ പോലും കുഴിക്കാതെ അത് കുഴിക്കകത്താക്കിയത് എന്നാണ് കൃത്യമായി അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ബീവിമാരുടെ ഖബറുകളെല്ലാം കെട്ടിപ്പൊക്കിയതാണ് എന്ന് നമുക്കറിയാം. ചെറുപ്പത്തിൽ നമ്മളെല്ലാം കേട്ടത് എന്താണ്? ഖബറുകൾ ഇങ്ങനെ ജാറം പൊന്തി എന്നാണ് പറയുക. നമ്മളങ്ങനെ പറയാ, ജാറം പൊന്തിക്കണം അവിടെ. അപ്പം എൻ്റെ വല്യാപ്പൊക്കെ പറയേ. അപ്പോൾ അങ്ങനെയുള്ള ഈ ജാറം പൊന്തി എന്ന് പറയുന്ന സംഭവം തന്നെ ഇസ്ലാമിലില്ല. അത് കെട്ടിപ്പൊന്തിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ആളുകൾക്ക് മനസ്സിലായി. ഈ അടുത്ത് പുതിയതായിട്ട് പല ജാറങ്ങളും പൊന്തി വന്നല്ലോ. പൊന്തുന്നതല്ല, ആളുകൾ കെട്ടിപ്പൊന്തിക്കുകയാണ്. അപ്പം ഇത് പ്രവാചകൻ വിരോധിച്ച കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനെ യമനിലെ ഗവർണറായിട്ട് അയക്കുമ്പോൾ റസൂലുള്ളാഹി 2 നിർദ്ദേശം കൊടുക്കുകയാണ്. അല്ലാ തദഅത്തിൻസാനൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അലിയെ, നീ പൊന്തി നിൽക്കുന്ന ഒരു വിഗ്രഹത്തെയും തച്ചുടക്കാതെ വിട്ടേക്കരുത്. ഉയർന്നു നിൽക്കുന്ന ഖബറും തച്ചുടക്കാതെ വിട്ടേക്കരുത്, സമനിരപ്പാക്കാതെ വിട്ടേക്കരുത് എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, സമനിരപ്പായിട്ടാണ് കിടക്കുന്നത്. മൺകൂന പോലുമില്ല. ഇതെന്തുകൊണ്ടാണ്? പിന്നീട് അവിടെ പോയി ആളുകൾ പ്രാർത്ഥിക്കുവാനും അവരോട് സഹായം തേടുവാനും കാരണമാകും. നമുക്കറിയാം, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഇവർ പറയുന്നതെന്താണ്? നമ്മൾ അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ മരിച്ചുപോയവരല്ല പ്രാർത്ഥിക്കുന്നത്. ഓരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇത് തന്നെയാണ് മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകളും പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ബസ്സിൽ നിന്ന് ഞാനൊരു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവർ കപ്പലിൽ കയറി യാത്ര പോകുമ്പോൾ അവരും പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട്. വൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്നാണ്
ഖുർആൻ പറയുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അബൂജഹലിന്റെ മോൻ ഇക്രിമ അന്ന് ആ കപ്പലിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇതല്ലേ മുഹമ്മദ് മക്കത്ത് പറയുന്നത്, മക്കയിലുള്ള മുഹമ്മദും പറയുന്നത് ഇത് തന്നെയല്ലേ, ഈ അള്ളാഹുവിനോടല്ലേ അവരും പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായ ഇക്രിമയുടെ കഥ. അബൂജഹലിന്റെ മകനാണ്. അബൂജഹൽ ആരാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അബൂജഹലിന്റെ മറ്റേ ബാത്റൂം ആക്കിയിട്ടുണ്ട്. അബൂജഹലിന്റെ വീട് നിന്ന സ്ഥലം ഇന്ന് ടോയ്ലറ്റാണ്. മക്കയിൽ നമ്മൾ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഇവരുടെ ഖബറിൽ സലാം പറയുക എന്നല്ലാതെ അവിടെ മുത്താനോ തൊടാനോ നിന്നാൽ അവിടെ മുത്തവന്മാർ വടിയുമായി നിൽക്കുകയാണ്. അടിയാണ് അവിടുന്ന് കിട്ടുക. കാരണം അവർ പറയും, അവിടെ മുത്താൻ പോയാൽ അവർ പറയും ഖബ്ബൽ അജറുൽ അസ്വദ് എന്ന് പറയും. അജറുൽ അസ്വദ് പോയി മുത്താൻ പറയും. ഇവിടെ അല്ല മുത്തൽ. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മുത്താൻ. ഇത് ഖബറാണ്. അപ്പോൾ ഈ നമ്മുടെ നാടുകളിൽ ഖബറുകൾ മുത്തുന്നു, അവിടെ പോയി ഭജനം ഇരിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ ഇനിയുമുണ്ട് ഈ വിഷയത്തിൽ. അള്ളാഹു നമ്മുടെ എല്ലാ